ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ഒക്ടോബർ 24 നല്ലൊരു ഫാൻസി നമ്പറായിട്ട് എനിക്ക് തോന്നുന്നു. 24/10/24 വ്യാഴാഴ്ചയാണ്. പതിവ് പോലെ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് വിശേഷങ്ങളെന്ന് നോക്കാം. നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പല പ്രാവശ്യം ഓർമ്മിപ്പിച്ച് ഒത്തിരി പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ഫ്രീ ട്രയൽ ആവശ്യമുള്ളവർ എനിക്ക് ആ രജിസ്ട്രേഷൻ നമ്പർ വാട്സപ്പിൽ ഒന്ന് അയച്ചു തന്നാൽ മതി. ഓരോരുത്തർക്കും 10 ദിവസം, 15 ദിവസം, 20, ഒരു മാസമൊക്കെ ഇങ്ങനെ എന്നെ മുന്നിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ഡേറ്റ് ഏതാണോ അതാണ് ഫ്രീ ട്രയലായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഫ്രീ ട്രയലിൽ ജോയിൻ ചെയ്യാം. സോ എങ്ങനെയാണ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ നോക്കാം. അതുപോലെ കോപ്പി ട്രേഡിങ്ങിൽ സ്ലോട്ടുകൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരെങ്കിലും അതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് 1 ലക്ഷം രൂപ ക്യാപിറ്റൽ വേണം, സരോദയുടെ ബ്രോക്കർ അക്കൗണ്ട് വേണം. ഈ 2 കാര്യങ്ങളാണ് അതിനകത്ത് ആവശ്യമുള്ള കണ്ടീഷൻസും. നമ്മൾ കൂടുതൽ ബ്രോക്കേഴ്സിന് ആഡ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ മൊമെൻറ്റ് സരോദ മാത്രമേ ഉള്ളൂ. ഓക്കെ. ദെൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റുമായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ സ്റ്റോക്കുകൾ ഏതാണ്, എങ്ങനെയാണ് ഇപ്പോൾ. കാരണം പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. ഈ സമയത്ത് നമ്മൾ മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. സോ ഇവിടെ വെച്ച് നമ്മൾ വണ്ടി കയറി കഴിഞ്ഞാൽ ഏത് രീതിയിലായാലും നമുക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് എടുക്കാം. ഈവൻ നിഫ്റ്റി 50-ലുള്ള സ്റ്റോക്കുകളായാൽ പോലും അത് നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കും. സോ സ്റ്റോക്കിൽ ഒരു അത്യാവശ്യം ഫണ്ട് കയ്യിലുള്ള ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റേഴ്സ്, FNO അല്ല ഞാൻ പറയുന്നത്, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നിങ്ങൾ എന്താ പറയുക, എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ എപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ദെൻ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു കൺസോളിഡേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ ഒട്ടുമിക്കാൾ ഞങ്ങൾ ഈവൻ കോപ്പി ട്രേഡിങ്ങിൽ ഞങ്ങൾ ഇന്നലെ ലോസാണ് ഉണ്ടാക്കിയത്. 24,400 24,700 ഇടയിൽ ഒരു കൺസോളിഡേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഇതിനകത്ത് ഒരു റേഞ്ച് ഇട്ടിട്ട് നമ്മളത് ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടാണോ ബ്രേക്ക് ഔട്ട് ആ ഭാഗത്തോട്ട് മാർക്കറ്റ് പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ലോവർ സൈഡിലേക്കാണെന്ന് ബ്രേക്ക് ഔട്ട്. ഇനിയിപ്പോൾ അതിനൊരു സപ്പോർട്ട് കിട്ടേണ്ട 23,900 മാർക്കറ്റ് അത്രയും ഇറങ്ങി പോകുമോ എന്നുള്ളൊരു പേടിയിലാണ് ഞാനുള്ളത്. കാരണം പോർട്ട്ഫോളിയോസ് എല്ലാം റെഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 23,800 പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ആരും പാനിക് സെല്ലിങ് ചെയ്യാതിരുന്നാൽ മതി. ഹോൾഡ് ചെയ്ത് കണ്ണടച്ച് വിട്ടേക്കുക. അതെന്തായാലും ഇന്ത്യൻ ഓഹരി വിപണി അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിലാണ്. അത് അതിൻ്റെ 10 ഇരട്ടി മുകളിലോട്ട്. നിഫ്റ്റി ഇപ്പോൾ നമ്മൾ കാണുന്ന 25,000 26,000 ഒന്നുമല്ല, അതിനേക്കാൾ മുകളിലോട്ട് പോയിട്ട് 50, 1 ലക്ഷം രൂപ വരെയൊക്കെ ഇതൊക്കെ എത്താനുള്ളതാണ്. കാരണം 7,500 ഉണ്ടായിരുന്ന നിഫ്റ്റി 21,000 എത്തിയത് 1.5 വർഷം കൊണ്ടാണ്. സോ ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്ത് അവിടെ ഇരിക്കുക. പെട്ടെന്ന് പാനിക് സെല്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നഷ്ടം നിങ്ങൾ ബുക്ക് ചെയ്യാത്ത നഷ്ടം ഒന്നും നമ്മുടേതല്ല. ലാഭമായാലും നഷ്ടമായാലും നമ്മളത് ആ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്നേ ഇല്ല. സോ നിങ്ങൾ ലോസ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പിടിച്ചിരിക്കുക. കുറച്ച് നാൾ ക്വാളിറ്റി സ്റ്റോക്സ് ആയിരിക്കണം. എന്താ പറയുക, പെന്നി സ്റ്റോക്കും ഇതൊക്കെയാണ് ലോസ് കാണുന്നതെങ്കിൽ അത് പിടിച്ചിരുന്നൊരു കാര്യമില്ല. ഞാൻ പറയുന്നത് പോർട്ട്ഫോളിയോ ഒരു പ്രൊഫഷണൽ രീതിയിൽ പോർട്ട്ഫോളിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിന്നീട് നല്ല ഒരു ഗുണകരമായി മാറും. ചിലപ്പോൾ ഇവിടുന്ന് ഫർദർ ഇനിയും ഒരു 1000 പോയിന്റ് താഴോട്ട് പോയാലും നിങ്ങൾ പാനിക് ആവരുത്. അവിടെ നിങ്ങൾക്ക് ഫണ്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒന്ന് ആവറേജ് ചെയ്ത് കൊടുക്കുക. ഒരു 23,900 24,000 റേഞ്ചിലെത്തുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ആവറേജ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ ടോപ്പിക് ഇതാണ്. നമ്മൾ സംസാരിച്ച ആ ഒരു റേഞ്ചിൽ നിന്നും മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. 24,500 എന്ന ഒരു മാജിക് നമ്പർ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ അവിടെ സപ്പോർട്ട് എടുത്ത് കയറുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദർ അപ്പ് മൂവ്മെൻറ്റ് കുറച്ചുകൂടെ തരും. അല്ലെങ്കിൽ ഇത് 23,900 വരെയും ഇറങ്ങിപ്പോകും ഫസ്റ്റ് ലെവലിൽ. ഓക്കെ. ഇനി നമുക്ക് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് 100 days EMA ആണ്. ഇത് 100 daysൻ്റെ EMA ആണ് ഈ പോകുന്നത് കേട്ടോ, ഈ നീലവര. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ താഴെ മാർക്കറ്റ് ക്ലോസിങ് തന്നിട്ടുണ്ട്. ഇന്ന് മിനിമം ഏറ്റവും ചുരുങ്ങിയത് 24,500 മുകളിലേക്ക് മാർക്കറ്റ് കയറി വരുവാണെങ്കിൽ മാർക്കറ്റ് 26,700 വരെയും കയറിപ്പോവും. 700 അടുത്ത് നിന്ന് വീണ്ടും ഒരു അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഈ കാണുന്നുണ്ടോ, നമ്മൾ ഈ ഇടയ്ക്ക് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രെൻഡ് ലൈനാണിത്. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യണം. ഈ മഞ്ഞ വര കട്ട് ചെയ്തിട്ട് ചുവപ്പും കടന്ന് മുകളിലോട്ട് കയറുകയാണെങ്കിൽ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു തിരിച്ചുവരവ് സാധ്യമാകും. ഇപ്പോൾ ഒരു സ്റ്റോക്കിൽ നല്ല ലോസ് കാണുന്നുണ്ടെങ്കിൽ, ഒരു 25% ലോസ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആവറേജ് ചെയ്യാനൊക്കെ നല്ലൊരു സമയമാണ്. സോ സബ് ടു യു. ഓക്കെ. എന്തായാലും നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ
ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്, എസ്കോട്ട്സ് കുബോട്ട, NLC ഇന്ത്യ, നുവോക്കോ വിസ്താസ്, AUSF സ്മോൾ ഫിനാൻസ് ബാങ്ക്, ദെൻ VIP ഇൻഡസ്ട്രീസ്, തൈറോകെയർ, ഡോക്ടർ ലാൽപത് ലാബ്സ്. ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നതായി കണ്ടത്. ദെൻ ഗോൾഡിൻ്റെ റേറ്റ് 27,724 കുറഞ്ഞു. ഇന്നലെ 2,739 $15 താഴോട്ട് വന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ 71.69 മാറിയിട്ടുണ്ട്. USD INR റേറ്റ് വീണ്ടും സ്ലിപ്പായിരിക്കുകയാണ്. 84 രൂപ 8 പൈസയാണ് ഒരു $1 വിനിമയ നിരക്ക്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ വിഡ്രോവൽ നടത്തുന്നത് തന്നെയാണ് പ്രധാന കാരണം. കാരണം ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്തോട്ട് ഒഴുകുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നു എന്നുള്ളത് തന്നെയാണ്. ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ അവരുടെ ഐസ്ക്രീം ബിസിനസ് സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡിസംബറിലാണ് ഇതിൻ്റെ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഹോൾഡ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ദെൻ ഇന്നലെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണം, പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ചില താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു പ്രോപ്പർ സെൻസിൽ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളുടെ നാട്ടിലുള്ള നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം പുറത്തുള്ളവർ വന്നിട്ട് ചുമ്മാ എടുത്തിട്ട് പോവുക എന്നുള്ളത് ഒരു സുഖകരമായ പരിപാടിയല്ല. നമുക്ക് ഇന്ത്യയിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം എന്ന് വെച്ച് ഇവിടെയുള്ളത് കൊള്ളയടിച്ച് പോകുന്ന പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത പോലെയുള്ള പരിപാടി ആയി പോകരുത് എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ഒരു എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. സോ ഇന്ത്യയുടെ താല്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇന്ത്യയിൽ കിട്ടണം. അതാണ് അതിൻ്റെ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ ഒരു നിയമങ്ങൾ കടുപ്പിച്ചതോടുകൂടി ഇവർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ നിന്ന് പണം പിൻവലിക്കുകയാണ്. പിന്നെ അടുത്തൊരു ചോദ്യം വരുന്നത് ഈ പണം എവിടത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ചൈനയിലേക്കാണ് കൂടുതലും പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഈ ഒരു കളിയുടെ പുറകിൽ ചൈനയുടെ പങ്ക് എത്രയുണ്ട്? കാരണം ഇത് 1000 കോടിയോ 2000 കോടിയുടെ പ്രശ്നമല്ല, ലക്ഷം കോടികളാണ് മറിയുന്നത്. സോ ഏത് രാജ്യവും അതിൻ്റേതായ രീതിയിൽ തീരുമാനങ്ങൾ, അതായത് എന്ത് കൈകടത്തലുകളും നടത്താൻ അവർ ശ്രമം നടത്തും എന്നുള്ളത് സത്യം തന്നെയാണ്. സോ എവിടെ നിന്നോ പോകുന്നു, എവിടത്തേക്ക് പോകുന്നു, ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ളത് മനസ്സിലാവും. ഹിന്ദുസ്ഥാൻ യൂണിലിവർ Q2 റിസൾട്ട് ഇവിടെ ഒരു ഭയങ്കര രസമുണ്ടാവും. എല്ലാ ന്യൂസ് റിപ്പോർട്ടിംഗ് ചാനലുകളും എന്താ പറയുക, ഇത് ഇത്ര കോടി രൂപ പ്രോഫിറ്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ശരിക്കും അവരുടെ പ്രോഫിറ്റ് 2.5% കുറയാണ്. കഴിഞ്ഞ ഇതിൽ നിന്നും 2.5% കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ഥലത്തും ഈ 2.5% കുറഞ്ഞത് ഹെഡിങ്ങിൽ എഴുതിയിട്ടില്ല. അതിൻ്റെ കണ്ടന്റിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഹെഡിങ്ങിൽ എഴുതിയിട്ടില്ല. അതാണ് കോർപ്പറേറ്റ് കമ്പനികളുടെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തരം ചാനലുകൾ പാലിച്ചു വരുന്ന ഒരു മര്യാദ. എന്തായാലും എന്നെ തപ്പിപ്പിടിച്ച് നോക്കിയതാണ്. പിന്നെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബാങ്ക് FDയുടെ നിരക്ക് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ആ വോളിയം ഭയങ്കരമായിട്ട് കുറയാണ്. ആ പണം മൊത്തം പോകുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്കും സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ആണെന്നുള്ളത്. മ്യൂച്വൽ ഫണ്ട് വലിയ കുഴപ്പമില്ല, അതിലേക്ക് ഫണ്ട് പോയാൽ കുഴപ്പമില്ല. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തുന്ന ഫണ്ട് വീണ്ടും ഒരു കൺസേൺ ഉണ്ട്. കാരണം അതിൽ കൂടുതൽ ഭൂരിഭാഗവും പോകുന്നത് F&O ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ന ഒരു സ്റ്റഡി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു അപകടമാണ്. FDയിലിട്ടിരിക്കുന്ന പണത്തിന് നിങ്ങൾക്ക് റിട്ടേൺ വളരെ, അതായത് ലാഭം കിട്ടുന്നത് വളരെ ഒരു വർഷത്തിൽ 10%, 8%, 12% ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ അതൊരു സേഫ്, ആ പണം അത്രയും തന്നെ ഉണ്ടാവും. അതായത് ഒരു 20 വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഡിപ്പോസിറ്റ് അവിടെ തന്നെ ഉണ്ടാവും. ഇനി മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ബെസ്റ്റ് തീരുമാനമാണ് മ്യൂച്വൽ ഫണ്ടിൽ സിപ്പ് ചെയ്യുന്നതോ, ശമ്പളം കിട്ടുന്ന ഒരു മാസത്തിൽ ഒരു 25,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു മാസം 5,000 രൂപ വെച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് പോകുന്നതും വളരെ മികച്ച പരിപാടിയാണ്. അതും അവിടെ തന്നെ ഉണ്ടാവും. മൂന്നാമത്തെ പറഞ്ഞ പരിപാടി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റിയിലേക്ക് പോകുന്ന പണവും നല്ല ഗ്രോത്തിൽ നല്ല റിട്ടേൺ തരുന്ന രീതിയിൽ അവിടെ വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ F&Oയിലേക്കാണ് കൂടുതൽ പേരും ഈ പണം പമ്പ് ചെയ്യുന്നത്. അവർക്ക് അറിയാതെയാണ് അത് ചെയ്യുന്നത്. കാരണം ഇന്നൊറ്റ ദിവസം കൊണ്ട് 100% പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ധാരണയിൽ F&Oയിലേക്ക് ഇത്തരം ബാങ്ക് FDയിൽ നിന്നും പിൻവലിക്കുന്ന പണം F&Oയിലേക്ക് പോകുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോകും. എവിടെയും ഒരു റെക്കോർഡ് പോലും ഉണ്ട്, ഞാൻ എവിടെയാണ് ഈ പണം ഇട്ടത് എന്നതുപോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഒരു വർഷം കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപകടമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഈ ബാങ്ക് FD എടുത്ത് F&O ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഓൾറെഡി സ്റ്റഡി റിപ്പോർട്ടായി വന്നിട്ടുണ്ട്. അതിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ ബാങ്ക് FD വലിച്ചിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ മികച്ച കാര്യമാണ്. കാരണം 40% ഒക്കെ പെർ ഇയർ ഗ്രോത്ത് കൊടുക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ ഇക്വിറ്റിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് അറിയുന്നവരാണെങ്കിൽ ഇക്വിറ്റിയിൽ, അതായത് സ്റ്റോക്കുകളിലേക്ക് നിക്ഷേപിക്കുക. ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സിനെ മാറ്റി
നിർത്തുക, അത് ഡിസേബിൾ ചെയ്ത് വെക്കുക. ഇതാണ് FD പൊട്ടിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. ദെൻ SBI ലൈഫ് Q2 റിസൾട്ടിൽ പ്രോഫിറ്റ് 39% ജമ്പ് ഉണ്ടായിട്ടുണ്ട്, ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ TVS മോട്ടോഴ്സിൻ്റെ ലാഭത്തിൽ 23% വർധന ഉണ്ടായതായിട്ടാണ് Q2 റിസൾട്ടിൽ കാണാൻ സാധിക്കുന്നത്. ബജാജ് ഫിൻസർവ് ലാഭത്തിൽ 8% വർധനവാണ് കാണിച്ചിരിക്കുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 5 ഇരട്ടിയായി, അവരുടെ ലാഭം 5 ഇരട്ടിയായി വർദ്ധിച്ചതായിട്ടാണ് Q2 റിസൾട്ടിൽ കാണിച്ചിരിക്കുന്നത്. ദെൻ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബെയറിഷാണ്, യൂറോപ്യൻ മാർക്കറ്റും ബെയറിഷാണ്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ജപ്പാൻ്റെ മാർക്കറ്റ് ഒരല്പം ഗ്രീനിലുണ്ട്, വേറെ ബാക്കിയെല്ലാം തന്നെ ഒരുവിധം ചോപ്പിൽ തന്നെയാണുള്ളത്. ചൈനയുടെ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷാണ്. ദെൻ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 24,489, ഇന്ന് ഓപ്പണായി 24,494, അതായത് ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ 5 പോയിന്റ് മുകളിൽ ഓപ്പണായി. എന്നിട്ട് അത് തിരിച്ച് 500ന്റെ മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട്, 24,530 കയറി വന്നത്. അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്ന് 36 പോയിന്റ് അല്ലെങ്കിൽ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 41 പോയിന്റ് മുകളിലാണ് ഇന്നത്തെ ട്രേഡിംഗ് നടക്കുന്നത്. സോ അതൊരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുറേ ഡാറ്റ ഇന്ന് റിലീസ് ആവാനുണ്ട്. ഇന്ത്യ HSBC കമ്പോസിറ്റ് PMI ഫ്ലാഷ്, ഇന്ത്യ HSBC മാനുഫാക്ചറിംഗ് PMI ഫ്ലാഷ്, ഇന്ത്യ HSBC സർവീസസ് PMI ഫ്ലാഷ്, ജപ്പാൻ ജിബൂൻ ബാങ്ക് സർവീസസ് PMI ഫ്ലാഷ്, ജപ്പാൻ ജിബൂൻ ബാങ്ക് മാനുഫാക്ചറിംഗ് PMI, Germany HCOB manufacturing PMI, UK S&P Global Composite PMI, UK S&P Global Services PMI, USA Initial Jobless Claims, USA New Home Sales. ഇത്രയും ഇവൻറ്റുകളാണ്, ഇത്രയും ഗ്ലോബൽ ഡാറ്റയാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ആരതി ഡ്രഗ്സ്, അദാനി വിൽമാർ, ACC, അദാനി ടോട്ടൽ ഗ്യാസ്, ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക്, DCB ബാങ്ക്, CSB ബാങ്ക്, ചാലറ്റ് ഹോട്ടൽസ്, കാസ്ട്രോൾ ഇന്ത്യ, ബിക്കാജി ഫുഡ്സ്, കോൾഗേറ്റ് പാമോലീവ്, ഗ്രാവിറ്റി ഇന്ത്യ, IEX, ഫിനോലെക്സ്, ഡിക്സൺ, ഗോദ്രേജ് കൺസ്യൂമർ, മേനോൻ ബെയറിംഗ്സ്, മഹാനഗർ ഗ്യാസ്, ലോറസ് ലാബ്സ്, പെട്രോനെറ്റ്, LNG, NTPC, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇത്രയും സ്റ്റോക്കുകളാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 300ഓളം കമ്പനികൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല പ്രോഫിറ്റാണ് അനൗൺസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ തിരിച്ച് മുകളിലോട്ടൊരു യാത്ര തുടങ്ങാൻ 24,500 നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണ്. നിഫ്റ്റിയുടെ 24,500 മുകളിലോട്ടാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ അത് 24,700 വരെ കയറി വരാൻ സാധ്യതയുണ്ട്. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്ന ആരതി ഇൻഡസ്ട്രീസ്, ബന്ധൻ ബാങ്ക്, ബിസോഫ്റ്റ്, NMDC, GNFC, IEX, RBL ബാങ്ക്, PEL, ഇന്ത്യ മാർട്ട്, മണപ്പുറം ഫിനാൻസ്. ഇത്രയും സ്റ്റോക്കുകളാണ് F&O ബാനിൽ വന്നിട്ടുള്ളത്. ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,684 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 6,039 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അങ്ങനെ 355 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ മാർക്കറ്റിൽ നടന്നത്. ഈ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുവരെയായിട്ട് 90,455 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 88,709 കോടിയുടെ ബൈയിങ്ങും ചെയ്തു. അങ്ങനെ 1,746 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഈ മാസത്തിൽ നടന്നിരിക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഇടിയുന്നുണ്ട്. ഇന്നലെയും കണ്ടില്ല, ഭയങ്കര ഒരു പരിതാപകരമായ ഒരു അവസ്ഥയാണ്. ഇന്നലെ നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 24,378 നിഫ്റ്റി ആരംഭിച്ച് 57 പോയിന്റ് മുന്നേറ്റത്തിൽ 24,436 ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിൽ 5 ദിവസം കൊണ്ട് 588 പോയിന്റിൻ്റെ ഒരു നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 1,353 പോയിന്റിൻ്റെ അഥവാ 5.25 5.25% ഒരു നഷ്ടമാണ് ഒക്ടോബർ മാസത്തിൽ നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. ദെൻ ഇന്നലെ നോർമൽ CPR ആയിരുന്നു, അതേപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അതേപോലെ തന്നെ നോർമൽ CPR ആണ്. പ്രൈസ് ആക്ഷൻ വിർജിൻ CPR ഉണ്ട്, ഇന്നലെ വിർജിൻ CPR ആയിരുന്നു എന്നത് ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കൂട്ടണം. ഇന്ത്യ വിക്സ് ആരംഭിക്കുന്നത് 14.62 ഇന്ത്യ വിക്സ് കയറി വരുന്നുണ്ട്. 20 വരെയും നമുക്ക് ഓക്കെയാണ്. ഓപ്ഷൻ ബയേഴ്സിന് സേഫ് ആയിട്ടുള്ള ഒരു വിക്സ് ആണ്. പുട്ട് കോൾ റേഷ്യോ 0.61 ആണ് വന്നിരിക്കുന്നത്. ഈ മീറ്റർ കാണിക്കുന്ന പോലെ തന്നെ ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് 1,02,00,000 വന്നിരിക്കുന്നത് 24,800 ഓക്കെ. അതേപോലെ പുട്ട് 24,000 1,17,00,000 വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് കൊണ്ടുപോകാനാണ്, അതായത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഇടയിലുള്ള മനംമാറ്റമാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. ടോട്ടൽ പുട്ട് കോൾ റേഷ്യോ 0.61 ആണ് വരുന്നത്. അവിടെ കോൾ സെല്ലേഴ്സ് കൂടുതലാണുള്ളത്. പുട്ട് സെല്ലേഴ്സ് വരുമ്പോൾ മാർക്കറ്റ് താഴോട്ട് പോലും കോൾ സെല്ലേഴ്സാണ് കൂടുതൽ ഉള്ളത്. അതേസമയത്ത്
ഇന്നത്തെ എക്സ്പയറിക്ക് വേണ്ട സ്ഥലം ഇന്നത്തും അടുത്ത ആഴ്ചത്തും കൂടി നോക്കുമ്പോൾ പുട്ട് സെല്ലേഴ്സാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. മൊത്തത്തിലുള്ള ഒരു ഭാവം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് പോകുന്നതാണ്. പക്ഷേ ഇന്നത്തെ എക്സ്പയറിക്ക് മാർക്കറ്റ് മുകളിലോട്ട് 24,000 മുകളിലോട്ട് കയറും എന്നും 24,000 കുറേ ദൂരമുണ്ട് എങ്കിൽ കൂടി മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് തരുമെന്നാണ്. 24,800 24,700 വരെ ചിലപ്പോൾ ടച്ച് ചെയ്തേക്കാം. ഇനി ബാങ്ക് നിഫ്റ്റി ഇന്നലെ 121 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കി. ഫിൻ നിഫ്റ്റി 154 പോയിന്റ്, സെൻസെക്സ് 160 പോയിന്റ്, അങ്ങനെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 108 പോയിന്റിൻ്റെയും ഒരു മുന്നേറ്റമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. ദെൻ ഇന്നലെ നമ്മുടെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രീവിയസ് ഡേ ആ റേഞ്ചിലാണ്. പ്രീവിയസ് ഡേ ലോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നോട്ടറേറ്റ് സോണിലേക്ക് കയറിപ്പോയി തിരിച്ച് അതുപോലെ ഇറങ്ങി വന്നു. മറ്റൊന്നും ഉണ്ടായില്ല. ഒരു റിക്കവറിക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. ഇനി ഇന്നത്തേതിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് യെസ്റ്റർഡേ ഹൈ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഒരു കടുകട്ടി റെസിസ്റ്റൻസ്, ഒരു നല്ല റിജക്ഷൻ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇന്നലത്തെ ഹൈയും ഇന്നത്തെ ഹൈയും സെയിമായി വന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു റിജക്ഷൻ ഉണ്ടാവാൻ എല്ലാവിധ സാധ്യതയുണ്ട്. ഇനി ലോവർ സൈഡ്, അതായത് 24,614 604 എന്ന ഈ റേഞ്ചിലാണ് ഇവിടെ റിജക്ഷൻ ഉണ്ടാവുക, 600 ലെവലിൽ. ഇനി താഴോട്ട് പോകുമ്പോൾ ഒരു ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്നത് ഒരു റാസ് ലെവലിൽ തന്നെയാണ്, 24,257 എന്നുള്ള ഈ ലെവലിൽ. അപ്പോൾ ഇവിടെ 24,242 257 എന്നുള്ള ഒരു 15 പോയിന്റിൻ്റെ ഒരു സോണാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിന് നല്ലൊരു സപ്പോർട്ട് ഇവിടെയും കിട്ടി 24,250. ഇനി നോട്ടറേറ്റ് സോണായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് ഒരു ചെറിയൊരു റേഞ്ചാണ്. 24,491 മുതൽ 436 വരെയുള്ള ഏകദേശം ഒരു 65 പോയിന്റിൻ്റെ ഒരു സോണാണ് നമുക്ക് നോട്ടറേറ്റ് സോണായിട്ട് ഇവിടെ റാസ് ലെവൽസ് കാണിച്ചു തരുന്നത്. മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിന് കൃത്യമായിട്ട് ഒരു സൂചന തരുന്നില്ല. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും എന്ന് തോന്നുന്നു. ദെൻ ഇതാണ് നോട്ടറേറ്റ് സോൺ. ഓക്കെ, യെസ്റ്റർഡേ ലോയിൽ ഒരു സപ്പോർട്ട് ചെറിയ രീതിയിൽ കിട്ടാൻ, അത് ഒരു സിംഗിൾ ലൈനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ അവിടെ നമ്മളൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കണം. ഇനി ഒരു റെയർ കേസ് സിനാരിയോയിൽ ഒന്നുകിൽ മാർക്കറ്റ് ഇന്ന് 24,753 വരെയും കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ 24,145 വരെ ഇറങ്ങി വരാൻ സാധ്യത. ഇത് റെയർ കേസിൽ സംഭവിക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഹൈ 24,614 അല്ലെങ്കിൽ 24,257 എന്ന ലോ ടച്ച് ചെയ്യും. രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഓപ്പണിങ്ങിൻ്റെ കാര്യം വിട്ടേക്കൂ, അത് നമ്മൾ അധികം കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നോട്ടറേറ്റ് സോണിൻ്റെ അകത്ത് നിങ്ങൾ കയറി ട്രേഡ് എൻട്രി എടുക്കാതിരിക്കാൻ, അതായത് CPR-ഉം നോട്ടറേറ്റ് സോണും വരുന്ന ഈ ഒരു സോണിൽ നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ വീണ്ടും ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും പ്രീമിയം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ ജോയിൻ ചെയ്യാം. ഒരു ദിവസം ഒരാഴ്ച 10 ദിവസം 20 ദിവസം എത്രയാണോ നിങ്ങൾക്ക് ഫ്രീ ട്രയൽ വേണ്ടത് അതുപോലെ ഫ്രീ ട്രയൽ തരാം. ഒന്ന് നോക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ലൈവായിട്ടുള്ള സെഷൻസിൽ സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. സോ അതേപോലെ കോപ്പി ട്രേഡിങ്ങിൽ ജോലിയുള്ളവർക്കൊക്കെ ആയിട്ട് കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. രാവിലെ ഒന്ന് ലോഗിൻ ചെയ്തിട്ടാൽ മതി. വൈകുന്നേരത്തേക്ക് വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സരോദയുടെ മൊബൈൽ ആപ്പ് തുറന്നിട്ടത് നോക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ്. അതേപോലെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുക. അപ്പോൾ നമ്പർ താഴെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.